അൺസൂപ്പർവൈസ്ഡും റീഇൻഫോഴ്സ്ഡും ആണ് പഠിച്ചിരുന്നത്. നമ്മൾ അതിനകത്ത് കുറെ അൽഗോരിതംസിന്റെ പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ അത് ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണ്. ഓക്കെ, നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ലേബിൾഡ് ഡേറ്റ, ഒരു ലേബിൾഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലേബിൾഡ് ഔട്ട്പുട്ട് കിട്ടും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ മെഷീൻ ലേണിംഗിൽ ലേബിൾഡ് ഡേറ്റ കൊടുക്കുമ്പോൾ ലേബിൾഡ് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു ഇതാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ആണ് ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്, നെയിം ബേസ്ഡ് ക്ലാസിഫയർ, കെ നിയറസ്റ്റ് നൈബർ, സപ്പോർട്ട് വെക്ടർ മെഷീൻസ്. ഓരോ അൽഗോരിതംസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓരോ അൽഗോരിതംസും അത് അതിന്റെ പ്രത്യേകതകൾക്ക് സൂറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആണ് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അത് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ അതിൽ തന്നെ പറയാം. അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഈ ഫണ്ടമെന്റൽ അൽഗോരിതം യൂസ്ഡ് ഫോർ പ്രെഡിക്റ്റിംഗ് എ കണ്ടിന്യൂസ് ഔട്ട്പുട്ട് വേരിയബിൾ. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ഔട്ട്പുട്ട് വേരിയബിൾ ആയിരിക്കും അവിടെ കിട്ടുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? അത് നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്താ തമ്മിൽ? ഇൻപുട്ടും ആ ടാർഗറ്റ് വേരിയബിളും നമ്മൾ ലീനിയർ റിഗ്രഷനിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? സത്യത്തിലെ ലീനിയർ റിഗ്രഷനുമായിട്ട് ചെറിയ ബന്ധമൊക്കെ ആർക്കുണ്ട്? നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്. ലീനിയർ റിഗ്രഷന്റെ ആണ് അതിന്റെ ഫസ്റ്റ് പ്രൈമറി സ്റ്റെപ്പായിട്ട് നമ്മൾ എടുക്കുന്നത്, ടെക്നിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ ഒരു വേരിയബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഫോർകാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എന്തായിരിക്കും? കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് വേരിയബിൾ അല്ല, കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ്. അങ്ങനെ കാറ്റഗോറിക്കൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു 0 or 1 അല്ലെങ്കിൽ യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് അവിടെ വരുന്നത്. ആ രണ്ട് വാല്യൂസ് ബൈനറി വാല്യൂസ് ആയിരിക്കും വരുന്നത്. അത് അതിന്റെ ഇൻപുട്ട് വെരിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ നമ്മുടെ അൽഗോരിതമാണ് ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ, ആ ട്രീ എന്ന വേർഡിനെ കേൾക്കും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ട്രീ, ഒരു ട്രീ പോലൊരു സ്ട്രക്ചർ ഇവിടെ കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി കുറെ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് നമ്മൾ നോക്കുന്നതാണ്. ഇനി റാൻഡം ഫോറസ്റ്റ്. ട്രീയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ട്രീ കഴിഞ്ഞപ്പോൾ ഒരു ഫോറസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഡിസിഷൻ ട്രീ, ഗ്രൂപ്പ് ഓഫ് ഡിസിഷൻ ട്രീ, കുറെ ഡിസിഷൻ ട്രീസ് ഒരുമിച്ച് ചേർന്ന് നമ്മൾ അൽഗോരിതം ഉണ്ടാക്കുക ചെയ്യുന്നത് റാൻഡം ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ഫോറസ്റ്റ് എന്നുള്ള പേരാണ് വന്നത്. അതാണ് എക്സാമ്പിൾ ലേണിംഗ് മെത്തേഡ് കൺസ്ട്രക്ട് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിസിഷൻ ട്രീസ് ഡ്യൂറിംഗ് ട്രെയിനിങ് ആൻഡ് ഔട്ട്പുട്ട് ദ മോഡ് ഓഫ് their predictions enhances accuracy and controls overfitting. നെക്സ്റ്റ് പറയുന്നത് നെയിം ബേസ്ഡ് ക്ലാസിഫയർ. നെയിം ബേസ്ഡ് ക്ലാസിഫയറിന് ആ പേര് വരാൻ കാരണം കാര്യം നെയിം ബേസ്ഡ് തിയറം അത് ഒബേ ചെയ്യുന്നതാണ് ആ പേര് വന്നത്. ആ തിയറം ബേസ് ചെയ്താണ് നമ്മൾ ആ അൽഗോരിതം ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കെ നിയറസ്റ്റ് നൈബർ. എല്ലാ പേരുകൾക്കും അതിന്റെ ആ പ്രൊസീജിയറുമായിട്ട് നല്ല ബന്ധമാണ്, ആ പ്രോസസ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇവിടെ നമ്മൾ നെയ്ബർഹുഡിലുള്ള വേരിയബിൾസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കെ നിയറസ്റ്റ് നൈബർ ചെയ്യും. കെ നിയറസ്റ്റ് നൈബറിന്റെ ഷോർട്ട് ഫോം നമ്മൾ കെ എന്ന് നമ്മൾ പറയും. KNN is a supervised learning algorithm used for both classification and regression, but mostly for classification is very initiative and easy to implement. അതായത് നമ്മൾ റിഗ്രഷൻ അൽഗോരിതംസിലും ക്ലാസിഫിക്കേഷൻ അൽഗോരിതം KNN അൽഗോരിതം ഉപയോഗിക്കുമെങ്കിലും അത് കൂടുതൽ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സപ്പോർട്ട് വെക്ടർ മെഷീൻ. സപ്പോർട്ട് വെക്ടർ മെഷീൻ is a powerful supervised learning algorithm used for classification and sometimes regression. It is especially effective high dimensional spaces and complex data sets. നമ്മൾ ചെയ്തു വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കൂടുതൽ കുറെ ഡേറ്റാസ് ഒക്കെ ഉണ്ട്. നമുക്ക് വേറെ കുറച്ച് എഫക്റ്റീവായിട്ട് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള അൽഗോരിതം വേണം. നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് സപ്പോർട്ട് വെക്ടർ മെഷീൻ അൽഗോരിതം. നമുക്ക് ഇനി അൽഗോരിതംസിനെ പോയി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ അൽഗോരിതമാണ് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലീനിയർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ റിഗ്രഷൻ ഈസ് എ മെത്തേഡ് ടു പ്രെഡിക്റ്റ് dependent variable y based on values of independent variable x. It can be used for the cases where we want to predict some continuous quantity. എന്താ പറയുന്നത് ഇതില്? അതായത് ഒരു ഔട്ട്പുട്ട് വേരിയബിൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക, ഒരു പ്രഡിക്റ്റീവ് വേരിയബിൾ y എന്ന് പറയുന്നത് ആണ്. അവിടെ നമ്മൾ എന്തിനെ നോക്കിയാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വേരിയബിൾ എക്സ് ഉണ്ട്, അതാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞത്. അതിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രഡിക്ഷൻ നടത്തുക. ഡിപെൻഡന്റ് വേരിയബിൾ y ഒരു ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഇവിടെ നമ്മള്
എന്താ ഈ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് ഒക്കെ ഇതുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ലീനിയർ റിഗ്രഷൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടോ ഒരു ഡേറ്റ പോയിന്റ് റെഡ് കളറിൽ കുറെ ഡേറ്റ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, റിഗ്രഷൻ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊജക്ഷൻ എറർ കൊടുത്തിട്ടുണ്ട്. ഡിപെൻഡന്റ് വേരിയബിൾ ആണ് വൈ ആക്സിസിൽ പോകുന്നത്, എക്സ് ആക്സിസിൽ പോകുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കണ്ടല്ലോ, നമുക്ക് ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും നോക്കിയാലോ. അതായത് എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ? ഡിപെൻഡന്റ് വേരിയബിൾ വൈ ദ ഔട്ട്കം വി പ്രഡിക്റ്റഡ്, നമ്മൾ എന്താണോ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് അതാണ് ഡിപെൻഡന്റ് വേരിയബിൾ വൈ എന്ന് പറയുന്നത്. ഈ വൈ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയും ഡിപെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ഇൻപുട്ടിനെ ഡിപെൻഡ് ചെയ്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ദ പ്രഡിക്റ്റർ ദിസ് വേരിയബിൾ ഇസ് യൂസ് ടു പ്രഡിക്ട് ദ റെസ്പോൺസ് വേരിയബിൾ. അതായത് ഒരു റെസ്പോൺസ് വേരിയബിൾ വൈകിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ്. അതെന്താ? അത് പ്രഡിക്റ്റർ ആണ്, ഇൻപുട്ട്. ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും, റിഗ്രഷൻ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഗ്രാഫിൽ പറഞ്ഞായിരുന്നു. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ വേണ്ട പോയിന്റ്സ് ഒക്കെ തന്നെ കണ്ടുപിടിക്കും. വൈ ഈസ് ഈക്വൽ ടു ബീറ്റ സീറോ, ഇവിടെ ബി പോലെ കിടക്കുന്നത് ബീറ്റ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബീറ്റ സീറോ പ്ലസ് ബീറ്റ വൺ എക്സ് പ്ലസ് ഇ ആണ്. റെപ്രസെന്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വിത്ത് എറർ ടൈം ഇ. ഇ എന്ന് പറയുന്നത് നമ്മുടെ എറർ ടൈം ആണ്. എക്സും വൈ എന്നുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്, റിഗ്രഷൻ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള എന്താ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ലീനിയർ റിഗ്രഷൻ. ഈ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ ഈ ബീറ്റ സീറോ ബീറ്റ വൺ എക്സ് പ്ലസ് ഇ എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ കണ്ടുപിടിക്കും. നമ്മുടെ എന്താ എന്താ ഡിപെൻഡന്റ് വേരിയബിൾ വൈ നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ഞാൻ ഇത് കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരെണ്ണം പറഞ്ഞു നോക്കിയാലോ. എന്താ ഡെമോ വെച്ച് നമുക്ക് വേറൊന്നും പറയിക്കല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമുക്ക് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലീനിയർ റിഗ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂസ് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന കണ്ടില്ലേ. നമ്മൾ ചില ചാനലുകളിലൊക്കെ അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ ഇങ്ങനെ അപ്ഡേറ്റിന് ആ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ താന്നും കയറിയും പൊങ്ങിയും എടുക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ മാറ്റം നടന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഇൻപുട്ട് ഡിപെൻഡന്റ് വേരിയബിളിനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിന് ആനുപാതികമായിട്ട് ലീനിയർലി ചേഞ്ച് ആർക്കുണ്ടാകും, നമ്മുടെ ഔട്ട്പുട്ടിനും ഉണ്ടാകും. മനസ്സിലായോ? അങ്ങനത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളിത് മോസ്റ്റ് കോമൺലി വേറൊക്കെ നമ്മൾ ഉപയോഗിക്കും, ടെമ്പറേച്ചർ ഫോർകാസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ അത് ഡെമോ നമ്മളിപ്പോ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് നോക്കിപ്പോയാലോ. Linear regression in vital in economics for sales. In real estate, linear regression predicts property prices. Medicine uses linear regression to assess health risk. The simplicity of linear regression enhances its challenges include assumptions of linearity, multicollinearity, and these limitations must be addressed for accurate model performance. ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആരെ കൊണ്ടുണ്ട്, നമ്മുടെ ലീനിയർ റിഗ്രഷനെ കൊണ്ടുണ്ട്. AI ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫീൽഡുകളിൽ, അതായത് നമ്മൾ ഡെയിലി യൂസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലീനിയർ അൽഗോരിതം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ മുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു, y is equal to ബീറ്റ സീറോ പ്ലസ് ബീറ്റ വൺ എക്സ് പ്ലസ് ഇ. ഈ ബീറ്റ സീറോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, y ഇന്റർസെപ്റ്റ്. ഈ y ഇന്റർസെപ്റ്റിന് നമ്മൾ ഇതിന് മുമ്പിലത്തെ ഗ്രാഫിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, y ഇന്റർസെപ്റ്റ്. ആ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ബീറ്റ വൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പ്. ബീറ്റ വൺ എക്സ് എന്ന് പറഞ്ഞാൽ ബീറ്റ വൺ എന്താ, ബീറ്റ വൺ എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇന്റർസെപ്റ്റ്. എക്സ് എന്ന് പറയുന്നത് എന്താ, സ്ലോപ്പ്. ഇ എന്ന് പറഞ്ഞ എറർ. വൈ ഈസിക്കലി ബീറ്റ സീറോ പ്ലസ് ബീറ്റ വൺ എക്സ് പ്ലസ് ഇയില് ബീറ്റ സീറോ എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റും ബീറ്റ വൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും, എക്സ് എന്ന് പറയുന്ന സ്ലോപ്പും, ഇ എന്ന് പറയുന്നത് എന്താ, എററുമാണ് വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഡെമോ നോക്കിയാലോ. കണ്ടോ, ഇവിടെ ഞാൻ ടെമ്പറേച്ചർ ഫോർകാസ്റ്റിങ്ങിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നമുക്ക് ഡെമോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 7 ദിവസത്തെ ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുത്ത് ഇൻപുട്ട് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഡേ 8, ഡേ 9, ഡേ 10 ടെമ്പറേച്ചർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡേ 8, ഡേ 9, ഡേ 10 നമ്മൾ 7 ഡേയ്സിലെ ടെമ്പറേച്ചർ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുകയാണ്, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുക ചെയ്യുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, റൺ ചെയ്ത് വന്നു കണ്ടോ? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടോ? പ്രെഡിക്റ്റഡ് ടെമ്പറേച്ചർ ഡേ 8 25.43 ഡിഗ്രി സെൽഷ്യസ്, പ്രെഡിക്റ്റഡ് ടെമ്പറേച്ചർ ഓൺ ഡേ 9 24.54 ഡിഗ്രി സെൽഷ്യസ്, പ്രെഡിക്റ്റഡ് ടെമ്പറേച്ചർ ഓൺ ഡേ 10 23.64 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിൽ കണ്ടോ പ്രെഡിക്റ്റഡ് വെച്ച് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് തരാം. നമ്മൾ പ്ലോട്ട് PLT കൊടുത്തിട്ടുണ്ട് കണ്ടോ? നമ്മൾ എങ്ങനെയാ പ്ലോട്ട് ചെയ്ത് തരുന്നത് നിങ്ങളത് കാണിക്കാം. കണ്ടോ? ടെമ്പറേച്ചർ ഫോർകാസ്റ്റിംഗ് യൂസിങ് ലീനിയർ റിഗ്രഷൻ ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്ത് വരുന്നത്. ഈ ബ്ലൂ ഡോട്ട്സ് കാണിക്കുന്ന ആക്ച്വൽ ടെമ്പറേച്ചറിനെയാണ്, ഗ്രീൻ ലൈൻ കാണിക്കുന്ന റിഗ്രഷൻ ലൈൻ ആണ്, ആ റെഡ് കാണിക്കുന്ന നമ്മൾ ഫോർകാസ്റ്റ് ടെമ്പറേച്ചർ, അതായത് ഡേ 8 9 10 കണ്ടോ? ഡേ 8 9 10 അതാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അൽഗോരിതംസിലേക്ക് പോയാലോ? ലോജിസ്റ്റിക് റിഗ്രഷൻ ഇൻ മെഷീൻ ലേണിംഗ്. നമ്മൾ ഈ അൽഗോരിതംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ കാറ്റഗോറിക്കൽ വേരിയബിൾ. നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ ആയിരുന്നു, ഇവിടെ നമ്മൾ കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് 0 1 എന്ന രണ്ട് ബൈനറി കണ്ടീഷൻസ് ആണ് വരുന്നത്. നമ്മൾ ഇത് ഈ പറയുമ്പോൾ ഫസ്റ്റ് പ്രൈമറി ടെക്നിക്കായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലീനിയർ റിഗ്രഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ ഇല്ല, ഇവിടുത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ഇല്ല. ആ ഗ്രാഫ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് എന്താ ലോജിസ്റ്റിക് റിഗ്രഷൻ നോക്കാം. ലോജിസ്റ്റിക് റിഗ്രഷൻ is a method used to predict a dependent variable given as a set of independent variables such that dependent variable is categorical. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഡിപെൻഡന്റ് വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷെ അവിടെ എന്താ? സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അത് എന്തായിരിക്കും ആ വേരിയബിൾസ്? കാറ്റഗോറിക്കൽ വേരിയബിൾസ് ആയിരിക്കും. മനസ്സിലായോ? അത് എന്തായിരിക്കും? കാറ്റഗോറിക്കൽ വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, ഈ ലോജിസ്റ്റിക് റിഗ്രഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ലീനിയർ റിഗ്രഷൻ y = β0 + β1x + e എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ഓഫ് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് തന്നെ β0 + β1x + β2x അങ്ങനെ ആ ഇക്വേഷൻ നീണ്ട എക്സെട്ര ആയിട്ട് നമ്മൾ ഈ വരെ എഴുതും. മനസ്സിലായോ? ഇതിന് നമ്മളിവിടെ ഈ ലോജിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എടുത്താണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പർപ്പസസ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ പർപ്പസ് നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെ എക്സ്പോണൻഷ്യൽ വാല്യൂ എടുക്കുമ്പോൾ അത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി നമ്പർ നെഗറ്റീവ് വാല്യൂ ആയിരിക്കാം. നമ്മൾ എടുക്കുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ ആ ഗ്രാഫ് കണ്ടോ? ആ ഗ്രാഫിൽ ആ വാല്യൂസ് വരുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ. കണ്ടോ? ഇവിടെ 0യുടെ ലെവലിൽ വന്നു, പിന്നെ 1ന്റെ ലെവലിൽ അഡ്മിഷൻ പോയിട്ട് നമ്മൾ ഈ അഡ്മിഷന് കാണിച്ചിരിക്കുന്നത് ഒരു കുട്ടികളുടെ ഒരു അഡ്മിഷൻ ജനറലൈസ് ചെയ്ത ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ കാണിച്ചിരിക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത മറ്റേ നമ്മൾ ലീനിയർ റിഗ്രഷൻ അത്രയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ലോജിസ്റ്റിക് റിഗ്രഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ is a most important algorithm. അണ്ടർസ്റ്റാൻഡിങ് ഡിസിഷൻ ട്രീ ഇൻ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിലാണ് നമ്മൾ ഡിസിഷൻ ട്രീ ഉപയോഗിക്കുന്നത്. ഡിസിഷൻ ട്രീ അൽഗോരിതം മെഷീൻ ലേണിംഗിന്റെ സൂപ്പർവൈസ്ഡ് ടൈപ്സ് മെഷീൻ ലേണിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, a decision tree is a supervised machine learning algorithm which looks like an inverted tree. ഈ നമ്മുടെ മെഷീൻ ലേണിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ട്രീയുടെ ഷേപ്പിലാണ്. wherein each node represent a predictor variable. ഈ ഇൻവേർട്ടഡ് ട്രീയുടെ ഓരോ നോഡും എന്തായിരിക്കും? ഓരോ predictor variable ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫീച്ചറിനെ ഡിനോട്ട് ചെയ്യും. The link between the nodes represents decision and each leaf നോട്ട് റെപ്രസെന്റ്സ് ആൻ ഔട്ട്കം. അതായത് ഓരോ ലീഫും അതിന് ഔട്ട്കമിനെ കാണിക്കും, അല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിളിനെ കാണിക്കും. പിന്നെ അതിന്റെ നോഡുകൾ എന്തിനെ കാണിക്കും? പ്രെഡിക്റ്റർ വേരിയബിളിനെ കാണിക്കും. ലിങ്കുകൾ എന്തോ കാണിക്കും? ഡിസിഷനെ കാണിക്കും. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഡിസിഷൻ ട്രീ ചെയ്യാൻ കുറെ സ്റ്റെപ്സ് നമ്മൾ ഉപയോഗിക്കാം. ആ സ്റ്റെപ്സ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ. എവിടെ നമുക്കിത് ഉപയോഗിക്കാം? നമുക്ക് ഫിനാൻസിൽ ഉപയോഗിക്കാം, ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കാം, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉപയോഗിക്കാം. ഡിസിഷൻ മേക്കിങ്ങിന് കുറെ പ്രോസസ്സസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പ്രോസസ് എന്താ അറിയോ? അതിന് റൂട്ട് നോഡ് ഫിക്സ് ചെയ്യണം. ആ റൂട്ട് നോഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറയട്ടെ. നമുക്ക് എക്സാമ്പിൾ നോക്കുന്ന ബാക്കി കാര്യങ്ങൾ നോക്കാം. അതായത് ഒരു പാർട്ടി, ഒരു ചെറിയ പാർട്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുവാന്ന് വിചാരിച്ചു. ആ പാർട്ടിയിൽ എത്ര പേര് നോൺ വെജ് കഴിക്കും, അല്ലെങ്കിൽ എത്ര പേര് വെജ് കഴിക്കും എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അൽഗോരിതത്തെ ഉപയോഗിക്കുക. ഏത് അൽഗോരിതം? ഡിസിഷൻ ട്രീ അൽഗോരിതം നമ്മൾ ഉപയോഗിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിസിഷൻ ട്രീ അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, ഡിഡ് ദ ഗസ്റ്റ് ഈറ്റ് ചിക്കൻ? ഗസ്റ്റ് ചിക്കൻ കഴിക്കുമോ എന്ന് ചോദിച്ചു ആദ്യം. യെസ് ആണെങ്കിൽ നോൺ വെജ് ചിക്കൻ കഴിക്കുന്നത് ഉറപ്പായിട്ട് നോൺ വെജ് അല്ലേ? നോ. ഡിഡ് ദ ഗസ്റ്റ് ഈറ്റ് മട്ടൺ? ചിക്കൻ കഴിക്കത്തില്ല, ആ ഗസ്റ്റ് മട്ടനെ കഴിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോഴും
നമുക്ക് നോ വന്നപ്പോൾ ഗസ്റ്റ് മട്ടൺ കഴിക്കുന്നത് വന്നു. ഓക്കെ, മട്ടൺ കഴിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു യെസ് നോൺ വെജ് ആണ്. മട്ടൺ കഴിക്കുമ്പോൾ എന്താ നോൺ വെജ് ആണ്. അവിടെ നോ വന്നു. നോ വന്നാലും വീണ്ടും നമ്മൾ എന്താ ചോദിച്ചത് ഗസ്റ്റ് ഈറ്റ് സീ ഫുഡ്. സീ ഫുഡ് കഴിക്കുന്ന ആളാണോ? സീ ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? യെസ് നോൺ വെജ്. സീ ഫുഡ് കഴിക്കില്ല. അങ്ങനെ നമ്മൾ എന്ത് കൊടുത്തു? നോ വെജിറ്റേറിയൻ ആണ് നമ്മൾ ഡിസൈഡ് ചെയ്ത്. എങ്ങനെ നിനക്ക് മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്തു? ഡിഡ് ദ ഗസ്റ്റ് ഈറ്റ് ചിക്കൻ? ഗസ്റ്റ് ചിക്കൻ കഴിക്കുമോ നോക്കി. ഗസ്റ്റ് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ എസ് ആണെങ്കിൽ നമ്മൾ നോൺ വെജ് ആണെന്ന് പറഞ്ഞു. കഴിക്കില്ല നോ ആണെങ്കിൽ നമ്മൾ ആളോട് വീണ്ടും ചോദിച്ചു നിങ്ങൾ മട്ടൺ കഴിക്കുമോ ചോദിച്ചു. അപ്പൊ എസ് പറഞ്ഞെങ്കിൽ അത് നോൺ വെജ് ആണെന്ന് നമ്മൾ തീരുമാനിച്ചു. വീണ്ടും കഴിക്കില്ല മട്ടൺ കഴിക്കില്ല നമ്മൾ സീ ഫുഡ് കഴിക്കുമോ എന്ന് ചോദിച്ചു. അത് എസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ വെജ് എന്ന് പറഞ്ഞു. സീ ഫുഡ് കഴിക്കില്ല എന്താന്ന് പറഞ്ഞു? നോ എന്ന് പറഞ്ഞു. കണ്ടോ, ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഡിസിഷൻ ട്രീ അൽഗോരിതത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ ചിക്കനെ കൺസിഡർ ചെയ്തു അല്ലെ. ചിക്കനെ കൺസിഡർ ചെയ്ത് എന്തുകൊണ്ടാ? നമ്മളൊരു ആട്രിബ്യൂട്ട് അവിടെ സെലക്ട് ചെയ്തത് നമ്മളൊരു നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് അല്ലെങ്കിൽ ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രെഡിക്റ്റർ വേരിയബിളിനെ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മൾ ബെസ്റ്റ് ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കുക എന്നോട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ ഡിസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ ബെസ്റ്റ് ആട്രിബ്യൂട്ടിനെ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. വാട്ട് ഈസ് ബെസ്റ്റ് ആട്രിബ്യൂട്ട്? ബെസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ബെസ്റ്റ് പ്രെഡിക്റ്റർ വേരിയബിൾ. നമ്മൾക്ക് ഡിസിഷൻ എടുക്കാൻ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് നമ്മുടെ ബെസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് നമുക്ക് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്ത് വെക്കാം. ആ ബെസ്റ്റ് ആട്രിബ്യൂട്ട് വെച്ച് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റണം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഡേറ്റയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനോ പറ്റണം. നമ്മൾ ഈ ബെസ്റ്റ് ആട്രിബ്യൂട്ടിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ടേംസ് ഉപയോഗിക്കാം. അതാണ് ഇൻഫർമേഷൻ ഗെയിൻ, എൻട്രോപ്പി, ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ എന്നൊക്കെ ഉള്ള ടേംസ്. ആ ടേംസ് ഒക്കെ എന്താ നോക്കിയാലോ? കണ്ടോ, entropy എന്താ? Entropy is a key concept in the ID3 algorithm, quantifying the level of uncertainty or impurity in a data set and guiding the tree construction process. അതായത് ഞാൻ എന്നെ പറഞ്ഞു നമ്മൾ ബെസ്റ്റ് ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ടേംസ് വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് ടേമാണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു അളവാണ്. എന്തിന്റെ അളവാണ്? നമ്മൾ കൊടുത്ത ഡേറ്റയിൽ അൺസർട്ടനിറ്റി പ്രസന്റ് ആണോ, അതിനകത്ത് ഇമ്പ്യൂരിറ്റിയുടെ ചാൻസസ് എത്രയാണ്, ആ ഡേറ്റയുടെ ഇമ്പ്യൂരിറ്റിയുടെ അൺസർട്ടനിറ്റി പ്രസന്റ് എത്ര മെഷർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ടേമാണ് എൻട്രോപ്പി. നെക്സ്റ്റ് ആണ് ഇൻഫർമേഷൻ ഗെയിൻ. Information gain indicates how much information a particular feature or variable give us about the final outcome. ഫൈനൽ ഔട്ട്കം കിട്ടാൻ വേണ്ടി എത്ര ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ഒരു കാര്യം പറയാലോ, ഈ ഡിസിഷൻ ട്രീ ചെയ്യാൻ കുറെ അൽഗോരിതം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാലും നമ്മൾ കോമൺലി യൂസ് ID3 അൽഗോരിതം ആണ്. ആ ID3 അൽഗോരിതത്തെ ടേംസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, the ID3 algorithm. The ID3 algorithm എല്ലാ ടേംസ് ഒന്ന് വായിക്കാം. The ID3 algorithm is a widely used method for creating decision trees from data sets, enabling effective data classification. അതായത് നമ്മുടെ ഡിസിഷൻ ട്രീ അൽഗോരിതം ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ID3 അൽഗോരിതം. ഇതിനെ നമ്മൾ ഡെക്കമസ്റ്റർ 3 എന്നും പറയുന്നുണ്ട്. ഇനി ഇത് ആരാ ഈ അൽഗോരിതം ഈ ID3 ഡെവലപ്പ് ചെയ്യുന്നത്? ദിസ് അൽഗോരിതം വാസ് ഡെവലപ്ഡ് ബൈ റോസ് ക്യുനാൻ who aimed to enhance the decision making processes in machine learning through structured data representation. ഇനി ഇൻഫർമേഷൻ ഗെയിൻ എന്താണ് ഞാൻ പറഞ്ഞു. The ID3 algorithm is primarily based on the concept of information gain, which measures the effectiveness of an attribute in classifying the dataset instance. ഇനി entropy. Entropy is a key concept in the ID3 algorithm, quantifying the level of uncertainty or impurity in a data set and grading the tree construction process. Decision tree എന്താ? നേരത്തെ പറഞ്ഞ decision tree is generated by the ID3 algorithm, provide a clear and interpretable structure for making predictions based on various attributes of the data set. Okay, next one, data set utilization. നമ്മൾ data set എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? The algorithm effectively utilizes the data set to determine the best attributes of splitting this, optimizing the decision making the framework within a machine learning. ഒരു മെഷീൻ ലേണിംഗ് വഴി ഡേറ്റാ സെറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാന്നാ പറയുന്നത്. ഈ ഡിസിഷൻ ട്രീ ചെയ്യുമ്പോഴേ അതിന് കുറെ പാർട്സുകൾ ഉണ്ട്. നമുക്ക് ആ പാർട്സുകളെ കുറിച്ച് നോക്കിയാൽ ഫസ്റ്റ് വൺ റൂട്ട് നോഡ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ റൂട്ട്, അതിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന റൂട്ട് നോഡ് പറയാം. The root node is the initial point in the decision tree where the first split occurs, guiding the subsequent decisions. അതായത് നമ്മൾ ചിക്കൻ കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ റൂട്ട് നോഡ്. എവിടുന്നാണ് നമ്മൾ ഫസ്റ്റ് സ്പ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് അതിന്റെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്.
നമ്മുടെ ഡിസിഷൻ ഇൻവേർട്ടഡ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ മുകളിൽ നിന്ന് എങ്ങനെ താപ്പോട്ടോ ചെറുതായി വരും, മുകളിൽ നിന്ന് പറഞ്ഞിട്ട് താപ്പോട്ട് ചെറുതായി വരിക. കണ്ടോ, ഞാൻ മറ്റേ എക്സാമ്പിളിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് വൺ, ഇന്റേണൽ നോട്ട്സ്, ഡിസിഷൻ പോയിന്റ്സ്. ഇന്റേണൽ നോട്ട്സ് അല്ലെങ്കിൽ ഡിസിഷൻ പോയിന്റ്സ് എന്താ അത്? ഇന്റേണൽ നോട്ട്സ് സിഗ്നിഫൈ ഡിസിഷൻ പോയിന്റ്സ് ഇറ്റ് റെപ്രസെന്റിങ് എ പ്രെഡിക്റ്റർ വേരിയബിൾ ക്രൂഷ്യൽ ഫോർ ഡിറ്റർമൈനിങ് ദി ഔട്ട്കം. അതായത് നമുക്ക് ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ്സ് ആണ് ഏത്? ഇന്റേണൽ നോട്ട്സ് അല്ലെങ്കിൽ ഡിസിഷൻ പോയിന്റ്സ്. Next one, leaf nodes or final outcomes. Leaf nodes, also known as terminal nodes, represent the ultimate outcomes of the decision making process. അതായത് ഓരോ ഡിസിഷനും കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. നമ്മൾ അവിടെ കണ്ടില്ലേ, വെജ് ആണോ നോൺ വെജ് ആണോ നമ്മൾ ഡിസൈഡ് ചെയ്ത് പോയില്ലേ. അപ്പൊ ആ ഒരു ഔട്ട്പുട്ട് വരുന്നതാണ് നമ്മുടെ ലീഫ് നോട്ട്സ്. ബ്രാഞ്ചസ്, connections between nodes. Branches in the connection between nodes. Branches are the connections represented as arrows between nodes indicating responses like yes or no. ചിക്കൻ കഴിക്കുമോ? യെസ്. ചിക്കൻ കഴിക്കില്ല, നോ. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് വരച്ച എക്സാമ്പിൾ കാണില്ലേ, അതാണ് അതിന്റെ ബ്രാഞ്ചസ്. ഓക്കെ, ഡിസിഷൻ ട്രീ സ്ട്രക്ചർ. ഡിസിഷൻ ട്രീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ഡിസിഷൻ ട്രീ സ്ട്രക്ചർ കണ്ടല്ലോ. ഡിസിഷൻ ട്രീ സ്ട്രക്ചർ hierarchically beginning with the root and progressing through internal nodes to leaf nodes. ഇതിന്റെ ഡിസിഷൻ സ്ട്രക്ചർ എന്താ? അതൊരു റൂട്ട് നോട്ടിൽ തുടങ്ങി അത് ബ്രാഞ്ചസിൽ കൂടെ വന്ന് ഇന്റേണൽ നോട്ട്സ് അത് അല്ലെങ്കിൽ ലീഫ് നോട്ട്സ് അത് എൻഡ് ചെയ്യുന്നത്. Predictor variables. Each internal node corresponds to specify predictor variables that influence the decision making process. ഓക്കെ, അപ്പൊ ഡിസിഷൻ ട്രീ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഡിസിഷൻ ട്രീക്ക് കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഉണ്ട്. നോക്കിയേ, സ്ട്രെങ്ത്. അതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാ നോക്കിയേ. ഡിസിഷൻ ട്രീ ആർ ഫേവർഡ് ഫോർ ദെയർ സിംപ്ലിസിറ്റി ആൻഡ് ഇന്റർപ്രറ്റബിലിറ്റി. സിംപ്ലിസിറ്റിയും ഇന്റർപ്രറ്റബിലിറ്റിയും അതിന്റെ സ്ട്രെങ്ത് ആണ്. അതിന് അതാണ്. ഇനി അതിന് വീക്ക്നെസ് എന്തൊക്കെയാ? ഓവർ ഫിറ്റിംഗ്. അതായത് നമ്മൾ കുറെ ട്രീസ് ഒക്കെ ഒരുമിയാൻ വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒത്തിരി ഇങ്ങനെ അടുത്തുനിന്ന് ഓവർ ഫിറ്റിംഗ് വരില്ലേ. അതേ വീക്ക്നെസ് തന്നെ നമ്മുടെ ആർക്കും ഉള്ളത്, നമ്മുടെ ഡിസിഷൻ ട്രീക്കും ഉള്ളത്. നമ്മള് ലീനിയർ റിഗ്രഷനെ മാത്രം എന്താ കണ്ടത്? ഡെമോസാ കണ്ടത്. നമുക്ക് ഈ നമ്മുടെ ലോജിക്കൽ റിഗ്രഷന്റെയും നമ്മുടെ ഡിസിഷൻ ട്രീയുടെയും ഡെമോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ലോജിസ്റ്റിക് റിഗ്രഷൻ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ ഔട്ട്പുട്ട്. ഞാൻ സ്ക്രോൾ ചെയ്ത് മേപ്പോട്ട് കൂടെ താപ്പോട്ട് കേട്ടോ. കണ്ടോ, ക്ലാസിഫിക്കേഷൻ, റിപ്പോർട്ട്, പ്രിസിഷൻ, റീകോൾ, F1 സ്കോർ. കണ്ടോ, സപ്പോർട്ട്. കണ്ടോ, നമ്മുടെ ആക്യുറസിയും ആവറേജും മാക്രോ ആവറേജും വെയിറ്റഡ് ആവറേജും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വേരിയബിൾ ആയിട്ട്. കണ്ടോ, പ്രഡിക്ഷൻ ഫോർ 830. നമ്മൾ സാലറി ആവറേജ് ചെയ്തേ. 30 വയസ്സാകുമ്പോ അവർക്ക് സാലറി എത്ര വരും, അല്ലെങ്കിൽ കൂടുതൽ എത്ര വരും നമ്മൾ പ്രെഡിക്ട് ചെയ്യുക ചെയ്തേ. 30 ആൻഡ് സാലറി ഈസ് 48,000. കണ്ടോ, നമുക്ക് കോഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. സ്ക്രോൾ ചെയ്ത് മുകളിലേക്കോട്ട് താപ്പോട്ട് നമുക്ക് വരാം. കണ്ടോ, നമ്മൾ ഈ അൽഗോരിതംസ് ചെയ്യുമ്പോൾ പൈച്ചാമില് കുറെ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ ആയെന്ന് വേണ്ടിട്ട് വേണം കോഡ് റൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കോഡ് എറർ ആയിട്ട് കാണിക്കേ. പാൻഡാസ്, നംബി, അങ്ങനെ കുറെ അൽഗോരിതംസ് ചെയ്യാൻ നമ്മൾ കുറെ ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൊത്തം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വേണം പൈച്ചാമില് കോഡ് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ഡേറ്റ കൊടുത്തേക്കുന്നുണ്ട്. ഓരോ ഏജ് 22, 25, 47, 52, 46, 56, 26, 48, 50, 60. അപ്പൊ ആ ഏജസിലുള്ള സാലറി കൊടുത്തുകൊണ്ടോ, അതിന്റെ അവിടെ ബൈ കൊടുത്തോട്ട് ആരും എങ്ങനെയാ ബൈ ചെയ്യുന്നത് കൊടുത്തുകൊണ്ടോ. എന്റെ ഓരോ ആൾക്കാരുടെയും സാലറി വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടോ. കമ്പയർ ചെയ്തിട്ട് നമ്മൾ 30+ ഉള്ള ഒരാൾക്ക് എത്ര സാലറി വരും നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്. ഒരു പുതിയ പേഴ്സൺ വന്നു, അത്രയും പേരുടെ സാലറി നമ്മൾ കൊടുത്തിട്ട് ഒരു പുതിയ പേഴ്സൺ വന്നു, എത്ര 30 വയസ്സുള്ള പേഴ്സൺ വന്നു. അപ്പൊ ആ പേഴ്സൺ എത്ര സാലറി കിട്ടും നമ്മൾ പ്രെഡിക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. കണ്ടോ. ഓക്കെ, നമുക്ക് ഇനി ഡിസിഷൻ ട്രീയുടെ നോക്കിയാലോ. കണ്ടോ, നമ്മുടെ ഡിസിഷൻ ട്രീയുടെ ഒരു ഫിഗർ കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി ട്രീ വിഷ്വലൈസേഷന്റെ. കേട്ടോ, ഏജ്
ഏജ് 36 കൂടുതലും അല്ലെങ്കിൽ ഈക്വലും ആണോ നോക്കാം. എൻട്രോപ്പി 0.863, സാമ്പിൾ 7, വാല്യൂ 2 ക്ലാസ് ബൈ കണ്ടോ. എൻട്രോപ്പി എടുത്തിട്ടുണ്ട്, സാമ്പിൾസിന് വാല്യൂസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എന്തോ ചെയ്തിട്ട് നമ്മള് ഡിസിഷൻ ട്രീ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഈ പ്രോഗ്രാമിൽ കണ്ടോ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് കണ്ടോ. നമ്മൾ മറ്റേ മറ്റേ പ്രോഗ്രാം തന്നെ നമ്മൾ ഡിസിഷൻ ട്രീ ചെയ്തിരിക്കുക കണ്ടോ. പ്രെഡിക്റ്റ് ചെയ്തിരിക്കുക, സാലറി പ്രെഡിക്റ്റ് ചെയ്തിരിക്കണം, എൻട്രോപ്പിയും ഇൻഫർമേഷൻ ഗെയിനെ കുറിച്ചും സാലറി പ്രെഡിക്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്നത് കണ്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മൈനസിന്റെ ഒക്കെ പടമൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതാണോ. ഈ നെയ്വി ബേസ് അൽഗോരിതം, നെയ്വി ബേസ് എന്ന് പറയുന്ന ഒരു തീരം ബേസ് ചെയ്താണ് പോകുന്നത്. ആ തീരം കണ്ടുപിടിച്ച സയൻസിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് നെയ്വി ബേസ്. നെയ്വി ബേസ് ഈസ് ഗ്രൗണ്ടഡ് ഇൻ ബേസ് തിയറം ആൻഡ് ഈസ് പ്രൈമർലി യൂട്ടിലൈസസ് ഫോർ സോൾവിംഗ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ത്രൂ probabilistic approach is fundamental method in machine learning that aids in decision making. അതായത് മെഷീൻ ലേണിംഗില് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നമ്മൾ ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ് പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ തുടങ്ങിയത്. പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അത് മെയിനായിട്ട് നമ്മൾ ഏത് തിയറത്തെ വെച്ചാണ് നമ്മൾ ചെയ്തത്. അതിന്റെ പേര് നെയ്വ് ബേസ് തിയറം. ഓക്കെ, ആ തിയറം വെച്ച് കുറച്ച് അസംപ്ഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ അത് വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ തിയറം. P of A condition B, P of B condition with respect to A into P of A divided by P of B. കണ്ടോ, ഈ തിയറത്തെ ബേസ് ചെയ്ത് നമ്മൾ നെയ്വി ബേസ് തിയറം എന്ന് പറയുന്നതാണ്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ നെയ്വി ബേസ് അൽഗോരിതം ചെയ്യുന്നത്. P of A probability of hypothesis A given the data B posterior. ഇങ്ങനെയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് വായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ probability of data B given that the hypothesis of A true like food. കണ്ടോ, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ P of A probability of hypothesis A prior. P of B probability of the data its evidence. In any base based on the Bayes theorem that is used to solve classification problems following the probability approach. അതായത് പ്രോബിലിറ്റി വെച്ച് നമ്മൾ ബേസ് വെച്ച് നമ്മൾ തിയറം വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതിന് കുറെ പ്രെഡിക്റ്റഡ് വേരിയബിൾ മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ വെച്ചിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. പ്രെഡിക്റ്റഡ് വേരിയബിൾ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ പ്രോബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ പേര് ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ ഇക്വേഷനെയും എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഇതിന്റെ ഡെമോ ഒന്ന് കണ്ടാലോ. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഇതെല്ലാം നമുക്ക് ഒരേ ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരേ കണ്ടീഷൻ വെച്ചുള്ള ഒരു ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അത് എല്ലാ അൽഗോരിതത്തിലും ഒന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടീഷനൊക്കെ കണ്ടോ. അതുകൊണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വരുന്നത് കണ്ടോ. ഒരേ പ്രോബ്ലം പല അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത് കണ്ടോ. കൺഫ്യൂഷൻ മെട്രിക്സ് വെച്ചുള്ള Navy base. Navy base is grounded in Bayes theorem and is primarily utilized for solving classification problems through probabilistic approach. His fundamental method in machine learning that aids in decision making. അതായത് മെഷീൻ ലേണിംഗില് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നമ്മൾ ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ് പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ തുടങ്ങിയത്. പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അത് മെയിനായിട്ട് നമ്മൾ ഏത് തിയറത്തെ വെച്ചാണ് നമ്മൾ ചെയ്തത്. അതിന്റെ പേര് നെയ്വ് ബേസ് തിയറം. ഓക്കെ, ആ തിയറം വെച്ച് കുറച്ച് അസംപ്ഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ അത് വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ തിയറം. P of A condition B, P of B condition with respect to A into P of A divided by P of B. കണ്ടോ, ഈ തിയറത്തെ ബേസ് ചെയ്ത് നമ്മൾ നെയ്വി ബേസ് തിയറം എന്ന് പറയുന്നതാണ്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ നെയ്വി ബേസ് അൽഗോരിതം ചെയ്യുന്നത്. P of A probability of hypothesis A given the data B posterior. ഇങ്ങനെയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് വായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ probability of data B given that the hypothesis of A true like food. കണ്ടോ, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ P of A probability of hypothesis A prior. P of B probability of the data its evidence.
In any base based on the Bayes theorem that is used to solve classification problems following the probability approach, അതായത് പ്രോബിലിറ്റി വെച്ച് നമ്മൾ ബേസ് നമ്മൾ തിയറം വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇതിന് കുറെ പ്രെഡിക്റ്റഡ് വേരിയബിൾ മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ വെച്ചിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. പ്രെഡിക്റ്റഡ് വേരിയബിൾ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ പ്രോബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് പേര് ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ ഇക്വേഷനെയും എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഇതിന്റെ ഡെമോ ഒന്ന് കണ്ടാലോ? ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഇതെല്ലാം നമുക്ക് ഒരേ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ഒരേ കണ്ടീഷൻ വെച്ചുള്ള ഒരു ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അത് എല്ലാ അൽഗോരിതത്തിലും ഒന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടീഷനൊക്കെ കണ്ടോ? അതുകൊണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വരുന്നത്. കണ്ടോ? ഒരേ പ്രോബ്ലം പല അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്. കണ്ടോ? കൺഫ്യൂഷൻ മെട്രിക്സ് വെച്ചുള്ള ഈ കെ എന്ന് പറയുമ്പോൾ അതിന് പോകുന്നതിന് കെ നിയറസ്റ്റ് നൈബേഴ്സ് എന്നാണ്. കെ നിയറസ്റ്റ് നൈബേഴ്സ് ഇത് സിമ്പിൾ ആൻഡ് എഫക്ട്. കെ നിയറസ്റ്റ് നൈബർ എന്നാൽ സിമ്പിൾ ആണ് അൽഗോരിതം, പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇൻസ്റ്റൻസ് ബേസ്ഡ് ഓൺ ലേണിംഗ് അൽഗോരിതം വിച്ച് മീൻസ് ദ റിലയൻസ് ഓൺ സ്റ്റോറിംഗ് ഇൻസ്റ്റൻസസ് ഓഫ് ട്രെയിനിങ് ഡേറ്റ ഫോർ മേക്കിംഗ് പ്രഡിക്ഷൻസ്. നമ്മൾ പ്രഡിക്ഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ സ്റ്റോർ നമ്മൾ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ? K-nearest neighbor is a supervised learning algorithm that classifies a new data point into the target class depending on features of its neighboring data points. നൈബറിംഗ് ഡേറ്റ പോയിന്റ്സ് തൊട്ടടുത്തുള്ള ഡേറ്റ പോയിന്റ്സുകൾ എടുത്ത് വെച്ചിട്ട് അത് നമ്മുടെ ഡിസ്റ്റൻസ് വെച്ചാൽ നമ്മൾ ഈ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ യുക്ലീഡിയൻ ഇക്വേഷൻ വെച്ച് നമ്മൾ അതിന്റെ പോയിന്റ്സിന്റെ വാല്യൂസ് എക്സ് വൈ ആക്സുകളെ വാല്യൂസ് എടുത്ത് വെച്ചിട്ട് നമ്മളെ ഡിസ്റ്റൻസ് വെച്ചാൽ നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആർക്ക്? ഈ KNN അൽഗോരിതം എന്തൊക്കെ? നോൺ പാരാമെട്രിക് ആണ്, സിമ്പിൾ ആണ്, ലേസി അൽഗോരിതം നമ്മൾ ഇതിനെ പറയും, സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ആണ്, ക്ലാസിഫിക്കേഷൻ ആണ്, റിഗ്രഷൻ അൽഗോരിതം ആണ് നമ്മൾ ഇത് ഉപയോഗിക്കും. ഇനി നമ്മൾ നിയറസ്റ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എൽപിഎൻ തിയറം ഏതാണ്? യുക്ലിഡിയൻ തിയറം വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. root of x2 minus x1 the whole square plus root of y2 minus y1 the whole square ആ ഇക്വേഷൻ അത് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. നോൺ പാരാമെട്രിക് ലേണിംഗ്, സിമ്പിൾ ഇംപ്ലിമെന്റേഷൻ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ച്, ലേസി അൽഗോരിതം ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. ഇനി നമ്മള് ലാസ്റ്റ് ഒരു അൽഗോരിതം പറയാൻ പോട്ടെ. നമുക്ക് ഈ KNN അൽഗോരിതം ഈ ലാസ്റ്റ് വരുന്ന അൽഗോരിതം നമുക്ക് ഒരുമിച്ച് ഡെമോ കാണാമേ. KNN അൽഗോരിതം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ നമ്മൾ നൈബേഴ്സിനെ വെച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സപ്പോർട്ട് വെക്ടർ മെഷീൻ അൽഗോരിതം? Support vector machine algorithm അല്ലെങ്കിൽ SVM is a supervised classification method that separates data using hyperplanes. അതായത് കുറെ ഡേറ്റ അങ്ങനെ ഒരു ഹൈപ്പർ പ്ലെയിൻ വെച്ച് ലീനിയർലി എന്ന് പറയാൻ ഒരു ഹൈപ്പർ പ്ലെയിൻ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിന്റെ ഡേറ്റ ഓരോ നോക്കി അതിന്റെ എന്താ പറയാ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ സൈസ് നോക്കി ക്ലാസിഫിക്കേഷൻ നോക്കിയൊക്കെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക, ആ പാറ്റേൺ മനസ്സിലാക്കി നമുക്ക് അതിനെ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനാണ് SVM മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കിയാലോ? എന്തൊക്കെയാ ആപ്ലിക്കേഷൻസ്? ഇനി ഈ ഹൈപ്പർ പ്ലെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ കുറെ ആനിമൽസിനെ പടം തന്നിട്ട് അവിടെ റാബിറ്റും ഓഫ് ഇങ്ങനെ വരച്ച് നമുക്ക് ചിലപ്പോൾ 2-3 ഇങ്ങോട്ട് കയറി നിൽക്കുക, നമുക്ക് അതൊക്കെ ഒരു ഗ്രൂപ്പാക്കി വരും. നമ്മളത് കിണലൊരു ആക്കിയിട്ട് അതിനെ ഒരു 2D ആക്സിൽ 3D ആക്സിൽ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് അതിനെ വീണ്ടും ഒരു ഹൈപ്പർ പ്ലെയിൻ വെച്ചൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കിയാലോ? എഫക്റ്റീവ് ഇൻ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. സപ്പോർട്ട് വെക്ടർ മെഷീൻസ് ആർ widely used in text classification tasks, providing robust performance when dealing with high dimension data such as in span detection and sentiment analysis. Image recognition capabilities. അതാണ് ഞാൻ പറഞ്ഞു, ഇമേജ് നോക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ വെച്ച് SVM excel image recognition allowing for the classification of visual data such as identifying objects or faces within images through effective kernel transformations. Next one, the applications in
Bioinformatics, അതായത് in bioinformatics, SVM are employed for tasks like gene classification and protein structure prediction, where they manage complex biological data efficiently and accurately. അതായത് നമ്മുടെ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് SVM മെഷീൻ ലേണിംഗ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ഫിനാൻസ് ആൻഡ് ഹെൽത്ത് കെയർ യൂസേഴ്സ്, ഫിനാൻസ് ഹെൽത്ത് കെയർ യൂസേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. സപ്പോർട്ട് വെക്ടർ മെഷീൻസ് find significant applications in finance for credit risk assessment and healthcare for disease classification, showcasing their versatility across diverse fields. നമ്മൾ ഈ അൽഗോരിതംസ് എല്ലാം കണ്ടു. നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷനിലെ കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് ഓൺ ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? സിമ്പിൾ ആണ്, ഇന്റർപ്രറ്റബിൾ ആണ്. ലിമിറ്റേഷൻ അസ്യൂംസ് ലീനിയാരിറ്റി. പിന്നെ നെക്സ്റ്റ് അൽഗോരിതം ഏതാ? ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? എഫക്റ്റീവ് ഫോർ ബൈനറി ഔട്ട്കംസ്. ലിമിറ്റേഷൻ എന്തൊക്കെയാ? ലിമിറ്റഡ് ടു ബൈനറി. നെക്സ്റ്റ് വൺ ഡിസിഷൻ ട്രീസ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഇനിഷ്യേറ്റീവ്. ലിമിറ്റേഷൻ എന്താ? പ്രോൺ ടു ഓവർ ഫിറ്റിംഗ്. റാൻഡം ഫോറസ്റ്റ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? റോബസ്റ്റ്. ലിമിറ്റേഷൻ എന്താ? കോംപ്ലക്സ് മോഡൽ. അൽഗോരിതം നേവി ബേസ്ഡ് അൽഗോരിതം. അഡ്വാൻറ്റേജ് എന്താ? ഫാസ്റ്റ്. ലിമിറ്റേഷൻ എന്താ? ഇൻഡിപെൻഡൻസ് അസംഷൻ. ഇനി KNN അൽഗോരിതത്തിന് അഡ്വാൻറ്റേജസോ? ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതിന്റെ ലിമിറ്റേഷൻ എന്താ? കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസീവ് അറ്റ് പ്രിഡിക്ഷൻ. SVM അൽഗോരിതം അഡ്വാൻറ്റേജ് പവർഫുൾ. ലിമിറ്റേഷൻ എന്താ? റിക്വയർ കെയർഫുൾ ട്യൂണിംഗ് എന്ന. ഓക്കെ, നിങ്ങൾക്ക് അപ്പോ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കുറെ മെഷീൻ ലേണിംഗ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ കുറെ ഫ്യൂച്ചറിൽ കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇപ്പോഴും കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കറന്റ് ഓരോ ദിവസവും ഇതിന് മാറ്റം വരുത്തി പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിൽ ഇതിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട്. നമ്മൾ ഇതിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരും ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് ഡെമോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ 2 ഡെമോ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡെമോ ലാസ്റ്റിലേക്ക് ആക്കിയെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ആദ്യം തൊട്ട് സ്ലൈഡ് മാറ്റി പോകണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്കെയിലാർ വെക്ടർ മെഷീൻ ഡെമോ നോക്കാം. ഇതാണ് നമ്മുടെ സ്കെയിലർ വെക്ടർ മെഷീൻ അൽഗോരിതത്തിന്റെ ഇത്. കണ്ടോ, നമ്മൾ ഒരേ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരേ ഡേറ്റ വെച്ച് നമ്മൾ ഡിഫറെന്റ് അൽഗോരിതം ട്രൈ ചെയ്ത് നോക്കുക ചെയ്യും. നമുക്ക് റൺ ചെയ്യാം. കണ്ടോ, നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു അൽഗോരിതം കൂടെ കാണാം. നമ്മുടെ KNN അൽഗോരിതം നമുക്ക് കാണണം, അതുകൂടെ നോക്കാം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ KNN അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് വന്നത്. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ഈ ഡെമോയും ഈ മെഷീൻ ലേണിംഗ് സൂപ്പർവൈസർ മെഷീൻ ലേണിംഗിന്റെ അൽഗോരിതംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഡിസ്കസ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സൂപ്പർവൈസർ മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. ബാക്കി ഉടനെ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.